സോ ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിന് എങ്ങനെയാണ്, എന്തൊക്കെ ചലഞ്ചസ് ആണ് ഞാൻ ഫേസ് ചെയ്തത്. ഇനി നിങ്ങൾക്കൊരു 1.5 ഡേയ്സ് ഉണ്ട്. അപ്പം ആ ഒരു 1.5 ഡേ ഇപ്പം ഇന്നിപ്പം വൈകിട്ടും പിന്നെ നാളെ രാവിലത്തെ അത്രയും ദിവസം കൊണ്ട് ഇംഗ്ലീഷ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഏത് രീതിയിലാണ് പഠിക്കുന്നത്, സോ അതൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. സോ ബേസിക്കലി ഞാൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോവുകയാണെങ്കിൽ അറിയാമല്ലോ, റീഡിങ് സ്കിൽസിന് 22 മാർക്സ് ആണ്, ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്കിൽസിന് 18 മാർക്സ് ആണ്, പിന്നെ നമ്മുടെ ലിറ്ററേച്ചർ ആ ബുക്കിൽ നിന്ന് വരുന്നത് 40 മാർക്സ് ആണ്. അതിന് 40 മാർക്സ് ആണ് വരുന്നത്. ബാക്കി 40യും ബാക്കി രണ്ട് കാറ്റഗറീസിൽ നിന്നാണ് വരുന്നത്. സോ ഇപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. കാരണം സബ്സ്ക്രൈബൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്കൊരു മോട്ടിവേഷൻ വരുന്നത്. അതായത് ഇനിയുള്ള വീഡിയോസ് എന്ന് പറഞ്ഞാൽ നീറ്റ് റിലേറ്റഡ് കുറേ വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ എനിക്ക് ആ ഒരു സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് കുറച്ചുകൂടി മോട്ടിവേഷൻ കിട്ടും. ഓക്കെ, ലൈക്ക് നമുക്കറിയാവുന്ന കാര്യം പറഞ്ഞു കൊടുക്കാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി റീഡിങ് സ്കിൽസിലേക്ക് പോകുമ്പോഴത്തേക്കും റീഡിങ് സ്കിൽസിൽ മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് 22 മാർക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും കാണാപ്പണം പഠിച്ച് പോകാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യണം, ഡിഫറെൻറ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ പ്രാക്ടീസ് പേപ്പറും സൊല്യൂഷനും കൂടെ കൊടുത്തേക്കാം. ഓക്കെ, ഞാനൊരു ലിങ്ക് പോലെ എല്ലാ PDF കൂടി കൊടുത്തേക്കാം, നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ നോക്കണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റൈറ്റിംഗിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മെയിൻലി റൈറ്റിങ്ങിൽ വരുന്നത് ഒന്ന് ഫോമൽ അല്ലെങ്കിൽ ഇൻഫോർമൽ ഇൻവിറ്റേഷൻ വരും, പിന്നെ ലെറ്റേഴ്സ് ടു ദ എഡിറ്റർ വരാറുണ്ട്. അപ്പോൾ ലെറ്റേഴ്സ് ടു ദ എഡിറ്ററിൽ നമ്മൾ അതായത് മെയിൻലി ഞാൻ പഠിച്ചത് ഒരു സെൻറ്റൻസ് പഠിച്ചുകൊണ്ടാണ് പോയത്. എന്താ, ത്രൂ ദ കോളംസ് ഓഫ് യുവർ എക്സ്റ്റീംഡ് ന്യൂസ് പേപ്പർ ഐ വുഡ് ലൈക്ക് ടു ഡ്രോ ദ അറ്റൻഷൻ ഓഫ് ദ കൺസേൺഡ് അതോറിറ്റീസ് ടുവേർഡ്സ് എ ബാഡ് കണ്ടീഷൻ ഓഫ് റോഡ്സ് in our locality, something like through the columns of your esteemed ന്യൂസ് പേപ്പർ ഓർ ഡെയിലി ഐ വുഡ് ലൈക്ക് ടു, ലൈക്ക് അങ്ങനത്തെ ഒരു സെൻറ്റൻസ് നമ്മൾ എപ്പോഴും ആഡ് ചെയ്യണം. ഐ തിങ്ക് എല്ലാ ടീച്ചേഴ്സും അത് പറഞ്ഞു തന്നതാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ആ ബോഡി നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു ലെറ്റർ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളൊരു ഇൻട്രോ കൊടുക്കും. രണ്ടാമത്തെ അതിലെന്ന് വെച്ചാൽ ബോഡി കൊടുക്കണം. ബോഡി എന്ന് വെച്ചാൽ റീസൺ, ഫോർ വാട്ട് റീസൺ വി ആർ ലൈക്ക് റൈറ്റിംഗ് ദ ലെറ്റർ. ആൻഡ് ദ തേർഡ് പാരഗ്രാഫ് ഈസ് സോർട്ട് ഓഫ് കൺക്ലൂഷൻ. ഓക്കെ, ഐ വോണ്ട് ദിസ്, ലൈക്ക് എനിക്ക് ഈ ഒരു പ്രോബ്ലം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊന്ന് പബ്ലിഷ് ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് കൊടുക്കണം. യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ കുറേ സാമ്പിൾസ് വായിക്കുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുന്നത്. സാമ്പിൾ വായിക്കുക മാത്രമല്ല, എഴുതിയും കൂടി നോക്കുക. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകുമ്പോഴത്തേക്കും ലിറ്ററേച്ചർ, ടെക്സ്റ്റ് ബുക്ക് ആൻഡ് സപ്ലിമെൻ്ററി. ഓക്കെ, അത് ഒരു ടെക്സ്റ്റ് ബുക്ക് ഇപ്പം നമ്മുടെ അറിയാലോ, മാത്സും ഫിസിക്സും കെമിസ്ട്രി ഒക്കെ പഠിച്ച പിള്ളേർക്ക് അല്ലെങ്കിൽ എന്തായാലും ലിറ്ററേച്ചറൊക്കെ എളുപ്പമായിരിക്കും. മാക്സിമം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ നോക്കുക. അതിൽ നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഈവൻ ദോ നിങ്ങൾക്ക് അതിനുള്ളൊരു സമയം ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻ സാമ്പിൾ പേപ്പർ ചെയ്യുക. അതിൽ നിന്ന് നമുക്കൊരു കുറേ നോളജ് കിട്ടും. വേസ് നിങ്ങൾ എന്താണ്, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എന്തായാലും പഠിച്ചിട്ടേ പോകാവുള്ളൂ. പഠിച്ചിരുന്നാലേ എല്ലാം മനസ്സിലാക്കിയേ പോകാവുള്ളൂ, ഏതൊക്കെ സിറ്റുവേഷൻസ് ആണ് അതെന്തായാലും നോക്കിയിട്ടേ പോകാവുള്ളൂ. ബാക്കിയുള്ള കേസ് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു 10 അല്ലെങ്കിൽ ഒരു 5 സാമ്പിൾ പേപ്പർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളൊന്ന് കംപ്ലീറ്റ് ചെയ്താൽ ഇംഗ്ലീഷിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇംഗ്ലീഷിൽ നമ്മൾ പ്രാക്ടീസാണ് മെയിനായിട്ടുള്ള കാര്യം. പ്രാക്ടീസ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് എല്ലാം, അതായത് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എത്ര പ്രാവശ്യം നിങ്ങൾ നോക്കുന്നു, റീഡിങ് എത്ര തവണ നിങ്ങൾ നോക്കുന്നു. അപ്പോൾ നമ്മുടെ റീഡിങ് സ്കിൽ എങ്ങനെയാണ് കൂടുന്നത്, നമ്മൾ ബുക്ക് വായിച്ചിട്ടാണ്. അപ്പോൾ അതുപോലെ കോംപ്രിഹെൻഷൻ പാർട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും വായിച്ച് അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ തന്നെ സോൾവ് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്യണം. ഈ ആൻസർ കറക്റ്റ് ആയിരുന്നോ, ഇത് എങ്ങനെയാണോ, ഓപ്പോസിറ്റ് ഓഫ് ദിസ് വേർഡ് ഇതാണോ, ഇതിൻ്റെ മീനിങ് ദിസ് ആണോ എന്നൊക്കെ നോക്കണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ടോട്ടലായിട്ടുള്ള ഒരു അസസ്മെൻറ്റ് മൊത്തത്തിൽ നടത്തുമ്പോൾ നമുക്കൊരു അറിയാമല്ലോ 20 മാർക്സ് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിക്കാണും. ബാക്കി 80 മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ മെയിൻലി ടീച്ചേഴ്സ് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്ലുവൻസി ഉണ്ടല്ലോ എഴുതുമ്പം. പിന്നെ അല്ലാത്ത കേസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇതെല്ലാം ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഒരു സ്റ്റോറി പോലെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ റൈറ്റിംഗ് സെക്ഷനിലുള്ള കാര്യങ്ങളും റീഡിങ് സെക്ഷനിലുള്ള കാര്യങ്ങളും ഒക്കെ മെയിൻലി നോക്കുക. പലരും ലിറ്ററേച്ചർ മാത്രം പഠിച്ചുകൊണ്ട് പോകും, ബാക്കിയെല്ലാം ഓക്കെ അതൊക്കെ ഞങ്ങൾക്ക് പറ്റുമെന്ന് നോക്കും. പക്ഷെ അല്ല, നിങ്ങൾ റൈറ്റിംഗ് സെക്ഷൻ്റെ എല്ലാത്തിൻ്റെയും ഫോമാറ്റ് വൃത്തിക്ക് പഠിച്ചോണം. ഇൻവിറ്റേഷൻ്റെ ആയിക്കോട്ടെ, ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ആയിക്കോട്ടെ, ആർട്ടിക്കിൾ റൈറ്റിംഗ്, റിപ്പോർട്ട് റൈറ്റിംഗ്, എന്തിൻ്റെ ആയാലും നോക്കിയിട്ട് പോവുക.
യെസ്, അത്രയ്ക്കൊക്കെ ഉള്ളൂ എനിക്കിപ്പം പറയാനായിട്ട്. നിങ്ങൾ ബേസിക്കലി 3 കാര്യങ്ങൾ ഓർക്കണം. ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് വായിച്ചിട്ട് വേണം ആൻസേഴ്സ് എഴുതാനായിട്ട്. പിന്നെ ലിറ്ററേച്ചർ പാർട്ടിൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് എന്തായാലും പഠിച്ചിട്ട് പോവുക. പിന്നെ സാമ്പിൾ പേപ്പർ ആസ് മച്ച് ആസ് യു ക്യാൻ ചെയ്തിട്ട് പോവുക. ഫുള്ള് ചെയ്ത് ആൻസറും ചെക്ക് ചെയ്തിട്ട് പോവുക. നിങ്ങൾക്ക് അപ്പം തന്നെ ഒരു കോൺഫിഡൻസ് വരും, ദാറ്റ് ഫോർ ഷുവർ. ലൈക്ക് ഇത് നമ്മൾ ആ ഒരു എക്സാമിന് തൊട്ട് മുന്നത്തെ ദിവസങ്ങളിൽ എടുക്കുന്ന ഒരു എഫേർട്ട് ശരിക്കും ഇംഗ്ലീഷിനെ നല്ല രീതിയിൽ ബാധിക്കും, ബാക്കി സബ്ജക്ട്സിനെ കാട്ടും. സോ അത്രയേ ഉള്ളൂ. നിങ്ങൾ മാക്സിമം എൻ്റെ കൂടെ നിൽക്കണം, എൻ്റെ ചാനലിലൂടെ നിൽക്കണം. ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും കാണും. യെസ്, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടണം. ഓക്കെ, ബൈ ബൈ.